ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇതൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ഉത്സവമാണ് കേട്ടോ. എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ടുള്ള വ്ളോഗാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗണപതി ഹോമത്തിനൊന്നും കൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വേഗം തന്നെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ചായയൊക്കെ കുടിച്ച് ഞാൻ നേരെ പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഈ ഒരു 3 ആളുകളെ കണ്ടോ ഗൈസ്. ഒന്ന് ഞാനും പിന്നെ ബാക്കി 2 എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഒത്തുകൂടൽ. വർഷങ്ങളോളായിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 3 പേരും പോയേ പിന്നെ അങ്ങനെ അങ്ങോട്ട് കാണാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവരെ കണ്ട് സൊറ പറഞ്ഞ് കുറേ നേരം വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ നേരെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങളും മോളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ കൂടെയായി കഥ പറിച്ചു. ഇത്രയുള്ളൂ കേട്ടോ ഒരു വൈകുന്നേരം വരെയുള്ള വീഡിയോ എന്ന് പറയുന്നത്. വേറെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരത്തെ വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ കളമെഴുത്തുപാട്ട് ഉത്സവമായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കളമെഴുത്തുപാട്ടും താലപ്പൊലിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം 4-5 വർഷമായി ഇപ്പം ഞാൻ താലപ്പൊലി എടുത്തിട്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പ്രഗ്നൻ്റ് ആയതും പിന്നെ മോനുള്ളതുകൊണ്ട് അവനെ മാറ്റി നിർത്താനും പറ്റാത്തതുകൊണ്ട് ഞാൻ താലപ്പൊലി എടുത്തിട്ടേ ഇല്ല കേട്ടോ. ഇനി അടുത്ത കൊല്ലെങ്കിലും എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പ്രതീക്ഷ. അപ്പോൾ അതാ വൈകുന്നേരം ആയപ്പോൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ അവിടെ കളമെഴുത്ത് പാട്ടിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടായിരുന്നു എന്തൊക്കെ റിസ്ക് എടുത്തിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ദേവീൻ്റെ രൂപം നല്ല ഭംഗിയിൽ വലിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അമ്പലം. അപ്പോൾ ഞാനും ഭരതമോനും പ്രാർത്ഥിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി താലപ്പൊലിയൊക്കെ കുറച്ച് നേരം എടുക്കും. അതുവരെ ഞങ്ങൾ ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഓരോ കസിൻസിനായിട്ട് കാണാൻ പറ്റിയത് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും കൂടിയും ഒരു ഫോട്ടോയും ഒരു വീഡിയോ എടുത്ത് വെക്കും. പിന്നെ ഇനി എപ്പോഴാണ് കാണാമെന്ന് അറിയില്ലല്ലോ. പിന്നെ എല്ലാവരും ഇവിടെ വിളക്ക് കത്തിക്കുന്ന തിരക്കിലാണ് കേട്ടോ. എല്ലാവരും വിടാതെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും ഇങ്ങനെ കാണുന്നത്. ഇതുപോലെ ഉത്സവമോ കല്യാണമോ ഒക്കെ ഉണ്ടെങ്കിലാണ് കേട്ടോ എല്ലാവരും ഒന്ന് കാണാനും നമ്മുടെ ഒന്ന് പുതുക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇതാ വിളക്ക് കത്തിക്കുന്നതിൽ ഞാനും കൂടി കുറച്ച് വിളക്കൊക്കെ കത്തിച്ചോ. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രവർത്തനം വേണ്ടി മാത്രമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താലപ്പൊലി കാണാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴേക്കും ഇവിടെ ഒരു തായമ്പക ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു കേട്ടോ. ഇതെൻ്റെ കസിനാണ് കേട്ടോ. ഞാൻ അവിടെ കാണുന്നവരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും താലപ്പൊലിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ താലപ്പൊലി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. മുകളിലുള്ള ഞങ്ങളൊരു കുടുംബക്കാരെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ താലപ്പൊലി ഉള്ളത്. അവിടുന്ന് നേരെ നമ്മൾ അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ദേവീൻ്റെ ഉടവാളൊക്കെ ആയിട്ട് അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ. നമ്പൂതിരിയും എല്ലാവരും ചെണ്ടക്കാരും ഒക്കെ. ഇനി ഇവിടുന്ന് വെളിച്ചപ്പാട് പോയിട്ട് വേണം ആ താലപ്പൊലി അവിടെ നമ്മുടെ അമ്പലത്തിലേക്ക് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ നമ്പൂരിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോഴേക്ക് ഇതാ വെളിച്ചപ്പാടും കൂടെ പോകുന്നുണ്ട്. ഇനി വെളിച്ചപ്പാട് അവിടെ പോയി ഇനി അവിടുന്ന് താലപ്പൊലി ഇങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഞങ്ങളെല്ലാവരും താലപ്പൊലി കാണാൻ ഓരോ സൈഡിലൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭരത്മോൻ ഇവിടെ അമ്മമ്മേൻ്റെ അടുത്ത് നല്ല കളിയാണ്. അപ്പോഴേക്കും നമ്മുടെ അമ്പലത്തിൽ ഫുൾ വിളക്കൊക്കെ കത്തിച്ച് സെറ്റാക്കി. അപ്പോഴേക്ക് താലപ്പൊലി റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. റോട്ടിൽ നിന്നുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. താലപ്പൊലി ഇവിടെ എത്തി. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലമൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ പാവാടിയും ബ്ലൗസും ധാവണിയും സാരിയും എല്ലാം ഉടുത്തെടുത്ത് ഒരു കാലം ഉണ്ടായിരുന്നു കഴിച്ച്. ഇതുപോലെ താലപ്പൊലി താലപ്പൊലിൻ്റെ സമയം ആവാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. 7 ദിവസം നോലുമ്പൊക്കെ എടുത്തിരുന്നൊരു താലപ്പൊലിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു ഗൈസ്. ഇനിയും എടുക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത് കളമെഴുത്ത് പാട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കളമെഴുത്ത് പാട്ടിന് കൂടെങ്കിലും എന്താണ് ഇതെന്ന് എനിക്ക് അത്ര വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനതൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും പറഞ്ഞു തരാം കേട്ടോ ഞാൻ എന്താണ് ഈ കളമെഴുത്ത് പാട്ട് എന്ന്. കളമെഴുത്തും പാട്ടും എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പുരാതന ആചാരപരമായ കലാരൂപമാണ് കേട്ടോ. ഇതിൻ്റെ ചരിത്രം ദാരിക വധത്തിനു ശേഷം കോപാകുലയായ ഭദ്രകാളിയെ ശാന്തയാക്കാൻ നമ്മുടെ നാരദനിലെ കളമെഴുതി പാട്ട് പാടിയതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇത് ക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഭഗവതി ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ അയ്യപ്പൻ, വേട്ടയ്ക്കൊരു മകൻ തുടങ്ങിയ ദേവതകൾക്കൊക്കെ ആയിട്ട് നടത്തുന്ന വഴിപാടായിട്ടാണ് കേട്ടോ സംഭവം. സ്വാഭാവിക വർണ്ണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തറയിൽ മനോഹരമായ ചിത്രം വരച്ചിട്ട് അതിൽ പാട്ടുകളും താളങ്ങളും ചേർത്തൊക്കെയാണ് കേട്ടോ ഇത് അവതരിപ്പിക്കുന്നത്. ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഓരോ അസുരന്മാരെയും ശുക്രാചാര്യൻ മൃതസഞ്ജീവനി മന്ത്രത്താൽ ജീവിപ്പിക്കാൻ തുടങ്ങി. പരാജയം നേരിട്ട ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടം അറിയിച്ചു. ദേവന്മാരെ സഹായിക്കാൻ ഉറച്ച് തന്റെ സുദർശന ചക്രത്താൽ മഹാവിഷ്ണു അസുരന്മാരെ നിഗ്രഹിച്ചു. സുദർശന ചക്രത്തിന്റെ അഗ്നിയിൽപ്പെട്ട് ചാരമായതിനാൽ അസുരന്മാരുടെ മൃതശരീരം പുനരുജ്ജീവിപ്പിക്കാൻ ശുക്രാചാര്യന് സാധിച്ചില്ല. സ്ത്രീകൾ വിധവകളാവുകയും അസുരകുലത്തിൽ പുരുഷന്മാർ കുറയാനും തുടങ്ങിയതോടെ ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം കൊല്ലപ്പെട്ട അസുര രാജാക്കന്മാരുടെ ഭാര്യമാരായ ഭാനുവതിയും ബാനവതിയും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി. ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അവർ തപസ് അനുഷ്ഠിച്ചത്. ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ ഇരുവർക്കും ഓരോ പുത്രനുണ്ടായി.
വീരശൂര പരാക്രമികളും ബലശാലിയുമായിരുന്ന ദാരികനും ദാനവനുമായിരുന്നു അവർ. അങ്ങനെ ശുക്രാചാര്യർ ഇരുവരെയും എല്ലാവിധ അഭ്യാസങ്ങളും പഠിപ്പിച്ചു. കാലം കടന്നു പോകവേ അസുരവംശം വർദ്ധിക്കാൻ തുടങ്ങി. ഇതിനിടെ ദാരികനും ദാനവനും ബ്രഹ്മാവിന് തപസ് ചെയ്ത് ഉഗ്രവരം സമ്പാദിച്ചു. അയോനിജയായ ഒരു സ്ത്രീയുടെ കരങ്ങളാൽ മാത്രമേ വധിക്കപ്പെടുകയുള്ളൂ എന്നായിരുന്നു ദാരികന് ലഭിച്ച വരം. തൻ്റെ ഓരോ തുള്ളി ചോരയും ഭൂമിയിൽ വീഴുമ്പോൾ അതിൽ നിന്നും ഓരോ അസുരന്മാർ ഉണ്ടാകണമെന്ന വരമാണ് ദാനവൻ നേടിയത്. വരം നേടിയതിൽ അഹങ്കാരം പൂണ്ട അസുരന്മാർ ഇരുവരും ലോകത്തിനു തന്നെ ഉപദ്രവകാരികളായി മാറി. ദാരികന്റെയും ദാനവന്റെയും ശല്യം സഹിക്കവയ്യാതായതോടെ ത്രിമൂർത്തികൾ ഒരു തീരുമാനത്തിലെത്തി. ത്രിമൂർത്തികളുടെ 3 അംശങ്ങളും വരുണൻ, മുരുകൻ, യമൻ, ഇന്ദ്രൻ ഇവരുടെ 4 അംശങ്ങളും കൊണ്ട് 7 സ്ത്രീകളെ സൃഷ്ടിച്ച് ദാരിക നിഗ്രഹത്തിന് അയച്ചു. സപ്തമാതാക്കൾ എന്നാണ് ഇവർ അറിയപ്പെട്ടിരിക്കുന്നത്. ദാരികനും സപ്തമാതാക്കളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ദാരികൻ വിജയിച്ചു. ഇതിൽ കുപിതനായ ശ്രീ പരമേശ്വരൻ തൻ്റെ ജഡ പിഴുതെടുത്ത് അതിൽ നിന്നും കരാളരൂപിണിയായ ഒരു ഗംഭീര വീരാംഗന സൃഷ്ടിച്ചു. ലോകമാതാവായി ധർമ്മം നിലനിർത്താനും എല്ലാവർക്കും രക്ഷയേകുന്ന ഭദ്രയായി വാഴാനും വേണ്ടി ഭദ്രകാളി എന്ന നാമവും നൽകി. സപ്തമാതാക്കളെ പരാജയപ്പെടുത്തിയ ദാരികനെ വധിച്ച് അവന്റെ ശിരസ് തന്റെ മുന്നിൽ കാഴ്ചവെക്കാൻ പരമശിവൻ ഭദ്രകാളിയോട് ആജ്ഞാപിച്ചു. ശിവന്റെ അനുഗ്രഹം വാങ്ങി ഭദ്രകാളി ദാരിക നിഗ്രഹത്തിനായി പുറപ്പെട്ടു. തന്റെ ഭൂതഗണങ്ങളെയും ശിവൻ അയച്ചു. തന്നെ വധിക്കാനായി വേതാളത്തിന്റെ പുറത്ത് കയറി ഒരു സ്ത്രീ വരുന്ന കാര്യം ദാരികൻ അറിഞ്ഞു. പിന്നീട് നടന്നത് കടുത്ത യുദ്ധമായിരുന്നു. ഭൂതഗണങ്ങളും കാളിയും അസുരന്മാരെ നശിപ്പിച്ചു കൊണ്ടിരുന്നു. ഇതിനിടയിൽ ദാരിക പത്നി തനിക്ക് വൈദവ്യം സംഭവിക്കാതിരിക്കാൻ ശ്രീ പാർവതിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. പാർവതീദേവിയാകട്ടെ ഒട്ടും ചിന്തിക്കാതെ ഒരു പിടി വസൂരി വിത്ത് ദാരിക പത്നിക്ക് കൊടുത്തു. ഇത് നീ ആരുടെ ദേഹത്ത് എറിയുന്നുവോ അവൻ വസൂരി രോഗത്താൽ മൃതപ്രായനായി തീരും എന്ന് വരവും നൽകി. ദാരിക പത്നി വസൂരി വിത്തുമായി പടക്കളത്തിൽ ചെന്ന് ഭദ്രകാളിയുടെ നേർക്ക് വിത്തെറിഞ്ഞു. പെട്ടെന്ന് കാളി തളർന്ന് പരവശയായി. ഇത് കണ്ട് ശിവഭൂതഗണങ്ങൾ ഓടിപ്പോയി പരമശിവനെ വിവരം ധരിപ്പിച്ചു. അബദ്ധം പറ്റിയത് മനസ്സിലാക്കിയ പാർവതി ദേവി ശിവനോട് മാപ്പ് പറഞ്ഞു. കാളിയുടെ വസൂരി മാറ്റുന്നതിനായി ശിവൻ തന്റെ ശക്തി ഉപയോഗിച്ച് ഒരു മൂർത്തിയെ സൃഷ്ടിച്ചു. കർണത്തിൽ നിന്നും ഉത്ഭവിച്ച നായകയാൽ കണ്ടാകർണൻ എന്ന നാമവും അവന് നൽകി. കാളിയുടെ ശരീരത്തിലുള്ള വസൂരി കുരുക്കളെ നശിപ്പിക്കാൻ കണ്ടാകർണനെ അനുഗ്രഹിച്ച് യാത്രയാക്കി. പടക്കളത്തിലെത്തിയ ഖണ്ഡാകർണൻ വസൂരി കുരുക്കളുള്ള ഭദ്രകാളിയുടെ ശരീരം തലോടി. ഭദ്രകാളി സുഖം പ്രാപിച്ചതോടെ യുദ്ധം രൂക്ഷമായി. കാളിയുടെ മായയാൽ പ്രപഞ്ചം പെട്ടെന്ന് ഇരുട്ട് നിറഞ്ഞു. ഇരുട്ടത്ത് എങ്ങോട്ടാണ് ഓടേണ്ടതെന്നറിയാതെ ദാരികനും ദാനവനും കുഴഞ്ഞു. ഈ സമയം കൊണ്ട് കാളി ദാരികനെയും ദാനവനെയും വധിച്ചു. ദാരികന്റെ കുടൽമാല കഴുത്തിലണിഞ്ഞ് അറുത്തെടുത്ത ശിരസുമായി കാളി പരമശിവന്റെ സമീപമെത്തി. ലക്ഷ്യം പൂർത്തിയാക്കിയതിൽ സന്തുഷ്ടനായ ശിവൻ കാളിയെ അനുഗ്രഹിച്ചു. നിന്റെ രൂപം കളമെഴുതി പൂജിക്കുന്നവർക്ക് സർവ്വമംഗളങ്ങളും സിദ്ധിക്കുമെന്നും അധർമ്മത്തെ നശിപ്പിക്കുന്നവളായി ലോകം വാഴ്ത്തുമെന്നും ഭദ്രകാളിയായി ലോകർ പൂജിക്കുമെന്നും അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞു. കാളീരൂപം വർണ്ണപ്പൊടികളാൽ വരച്ച് പാട്ടുകൾ പാടുന്ന രീതി ഇതേ തുടർന്നാണ് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ആരംഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രാമീണ കലാരൂപങ്ങളാണ് കളമെഴുത്തും പാട്ടും. കളമെഴുത്ത് അതിൻ്റെ എല്ലാ വൈവിധ്യത്തോടും കൂടി ഇന്നും അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ഉത്തരേന്ത്യയിലെ രംഗോലിക്കും ബംഗാളിലെ അൽപ്പവനയ്ക്കും ആഗ്രയിലെ കളമെഴുത്തുമായി ബന്ധമുണ്ട്. കളമെഴുത്ത് ദേവിയെ സ്തുതിച്ചാൽ ഭക്തരുടെ അഭീഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്നാണ് വിശ്വാസം. കളമെഴുത്തിൽ അടിസ്ഥാനപരമായി പഞ്ചവർണ്ണ പൊടികളാണ് ഉപയോഗിക്കുന്നത്. കരിപ്പൊടി, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, വാഗ ഇലപ്പൊടി, മഞ്ഞളും ചുണ്ണാമ്പും ചേർന്ന ചുവപ്പ് പൊടി എന്നിവയാണവ. ഈ പൊടികൾ പരസ്പരം കൂട്ടിച്ചേർത്ത് പലതരത്തിലുള്ള നിറങ്ങളും ഉണ്ടാക്കാറുണ്ട്. വർഷത്തിൽ ഒരു ദിവസമെങ്കിലും കളമെഴുത്തും പാട്ടും കണ്ടു തൊഴണം എന്നാണ് പറയുന്നത്. നാടിൻ്റെ ജനങ്ങളുടെ നന്മയ്ക്കായി നടത്തുന്നതാണ് കളമെഴുത്തുപാട്ട് പോലുള്ള അനുഷ്ഠാന കലകളെല്ലാം. അനുഷ്ഠാന കലകൾ എന്ന് പറയുമ്പോഴും അതിൽ നന്മ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ ഒത്തുചേരലാണ്. ഇത് തന്നെയാണ് അനുഷ്ഠാന കലകളുടെ സവിശേഷതയായിട്ട് പറയുന്നത്. ലോകം എത്ര പുരോഗമിച്ചാലും കാലം എത്ര കടന്നാലും കാവും അനുഷ്ഠാന കലകളും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നവയാണ്. സമകാലിക ജീവിതത്തിലെ ദുർവാസനകളെ അകർത്തി ദൈവ ചൈതന്യത്തെ മനുഷ്യ മനസ്സിലേക്ക് പ്രവഹിക്കാൻ കളമെഴുത്തുപാട്ടും പോലുള്ള അനുഷ്ഠാനങ്ങൾ കാരണമാകുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കളമെഴുത്ത് പാട്ടിനെ പറ്റി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിലെ കളമെഴുത്തും പാട്ടൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഏകദേശം അവസാനിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് ഞാൻ ഗൂഗിളൊക്കെ നോക്കിയിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളതെനിക്ക് പറഞ്ഞു തരാൻ കൂടെ വേണം കേട്ടോ. എന്തായാലും എനിക്ക് കിട്ടിയ അറിവ് നിങ്ങളിലേക്ക് കൂടെ പകർന്നു തരാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കി നിങ്ങൾ ഞങ്ങളുടെ കളമെഴുത്ത് പാട്ടൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്, വീണ്ടും കാണാം.
വിനകണ്ണിനൊടുൽസവിച്ച കെടുകളെ നിന്നും വാഴ്മുനകുള്ളി വൈരഭൂമിക്കായി പല ദിക്കിലെറിഞ്ഞവൾ ഒരാവാടി ഗുരുതി കൂടിപ്പവൾ യോഗപീഠത്തിൻ്റെ കുടി കൊണ്ടവൾ ആടയാഭരണങ്ങളാണിഞ്ഞവളാന കാതിരി ഇടമേറി